ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനൊപ്പം പരസ്യമായി നിലയുറപ്പിച്ച രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും. ചൈന പോലും തുടക്കത്തിൽ പരസ്യ പിന്തുണ നൽകാൻ തയ്യാറായില്ല. അറബ് രാജ്യങ്ങൾ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ നടപടികളെ തുർക്കിയും അസർബൈജാനും പരസ്യമായി അപലപിച്ചതിനെ തുടർന്നാണ് ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭിന്നത ആരംഭിച്ചത്. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ നശിപ്പിച്ചു. ഇന്ത്യയുടെ സൈനിക നടപടിയെ വിമർശിച്ചുകൊണ്ട് അസർബൈജാൻ സർക്കാർ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുകയും നയതന്ത്രപരമായ പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ പ്രകോപനപരമായ നടപടിയെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. വലിയ സംഘർഷ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തുർക്കി നിർമ്മിത അസിസ്ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് പിന്നീട് ഇന്ത്യ കണ്ടെത്തി. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നടപടിയായി മാറി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ നിലകൊണ്ട് പാകിസ്ഥാന് സർവ്വ പിന്തുണയും നൽകിയ തുർക്കിയോടും അസർബൈജാനോടുമുള്ള ഇന്ത്യയുടെ നിലപാട് ഇനി എന്തായിരിക്കും? ഇരു രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം പുതിയ വെല്ലുവിളികൾ നേരിടുന്നതായാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും സ്വീകരിച്ച നിലപാടിൽ ഇന്ത്യക്കുള്ളിൽ വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. തുർക്കിയുടെയും അസർബൈജാന്റെയും ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ബഹിഷ്കരിക്കണം എന്ന ആവശ്യമുയർന്നു. മാത്രമല്ല ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഈസ് മൈ ട്രിപ്പ്, ഇക്സിഗോ തുടങ്ങിയ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകളും തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മേക്ക് മൈ ട്രിപ്പ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള ടൂറിസത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനായി അവരുടെ പ്ലാറ്റ്ഫോമിലെ എല്ലാ പ്രൊമോഷനുകളും ഓഫറുകളും നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിലെ വ്യാപാരികൾ ആപ്പിൾ, മാർബിൾ തുടങ്ങിയ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. തുർക്കിയുമായും അസർബൈജാനുമായും ഇന്ത്യയുടെ വ്യാപാരം താരതമ്യേന പരിമിതമാണ്. 2024-25 ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $5.2 ബില്യൺ. 2023-24 ഇത് $6.65 ബില്യൺ ആയിരുന്നു. ഇത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 1.5% വരും. ഇതേ കാലയളവിൽ തുർക്കിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $2.84 ബില്യൺ ആയിരുന്നു. 2023-24 ഇത് $3.74 ബില്യൺ. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം 0.5% വരും ഇത്. 2024-25 ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ അസർബൈജാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $89.07 മില്യൺ ആയിരുന്നു. 2023-24 $89.67 മില്യൺ നിന്ന് അല്പം കുറവാണിത്. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കയറ്റുമതിയുടെ വെറും 0.2% മാത്രമാണ്. ഈ രാജ്യങ്ങളുമായി എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ വ്യാപാരം ചെയ്യുന്നത്? ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ധാതു ഇന്ധനങ്ങളും എണ്ണയും, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ഓട്ടോയും അതിൻ്റെ ഭാഗങ്ങളും, രാസവസ്തുക്കൾ, ഫാർമ, ടാനിങ്, ഡൈയിങ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ, പരുത്തി, മനുഷ്യനിർമ്മിത നാരുകളും ഫിലമെൻറ്റുകളും, ഇരുമ്പ്, ഉരുക്ക് എന്നിവയാണ്. തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി മാർബിൾ, ആപ്പിൾ, സ്വർണം, പച്ചക്കറികൾ, കുമ്മായം, സിമൻറ്റ്, മിനറൽ ഓയിൽ, രാസവസ്തുക്കൾ, പ്രകൃതിദത്ത മുത്തുകൾ, ഇരുമ്പ്, ഉരുക്ക് എന്നിവയാണ്. അസർബൈജാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പുകയിലയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും, ചായ, കാപ്പി, ധാന്യങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ ബോർഡ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയും. അസർബൈജാനിൽ നിന്നുള്ള ഇറക്കുമതി കാലിത്തീറ്റ, അവശ്യ എണ്ണകൾ, സുഗന്ധദ്രവ്യങ്ങൾ, തുകൽ എന്നിവയുമാണ്. 2073 ഇന്ത്യയും തുർക്കിയും ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പിന്നീട് 2083 സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിനുള്ള ഒരു സംയുക്ത കമ്മീഷൻ സ്ഥാപിക്കുകയും ചെയ്തു. 200 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം 3000 ഇന്ത്യൻ പൗരന്മാർ തുർക്കിയിൽ താമസിക്കുന്നുണ്ട്. അസർബൈജാനിൽ ഇന്ത്യൻ സമൂഹം ചെറുതാണെങ്കിലും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 1500-ലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു. 2023 ഏകദേശം 3 ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചപ്പോൾ 2 ലക്ഷത്തിലധികം പേർ അസർബൈജാൻ സന്ദർശിച്ചു.